നമ്മൾ പോകുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങളിലേക്കാണ്. LDF ക്യാമ്പിന് ആവേശം പകർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ദിവസമായി പാലക്കാട് ഉണ്ടായിരുന്നു. 2 ദിവസമായി 6 പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചത്. ഈ പൊതുയോഗങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. മനു മാടപ്പാട് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. മനു, വലിയ ആവേശമാണ് മുഖ്യമന്ത്രിയുടെ വരവ് LDF ക്യാമ്പിന് പകരുന്നത്. മുഖ്യമന്ത്രിയാകട്ടെ ജനങ്ങളുമായി നിരവധി ആനുകാലിക വിഷയങ്ങളടക്കം കേന്ദ്ര അവഗണനയടക്കം ഏത് നിലയിൽ സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കടക്കം ഇതൊക്കെയും സംസാരിക്കുന്നുണ്ടായിരുന്നു, ജനങ്ങളുമായി സംവദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പൊതുയോഗങ്ങളുടെ വിവരങ്ങൾ? ആറ് പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി 2 ദിവസമായി സംസാരിച്ചത്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ചർച്ച ചെയ്തത് വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയാണ്. കേന്ദ്രം ഏത് നിലയിൽ കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാലും കേരളം മുന്നോട്ട് പോകും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുനരധിവാസം, മാതൃകാപരമായ പുനരധിവാസം, അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ തീർക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ ജനങ്ങളോടൊപ്പം ഏത് നിലയിൽ നിലകൊള്ളുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ആ പ്രയാണത്തിന് കരുത്തു പകരാൻ പാലക്കാട് നിന്ന് ഡോക്ടർ പി സരിനെ കൂടി ഈ സർക്കാരിന് കരുത്തു പകരാൻ പി സരിനെ കൂടി നിയമസഭയിലേക്ക് അയക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയാണ്. നിരവധി ആളുകളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാൻ ഓരോ പൊതുയോഗ വേദികളിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിച്ചേരുകയും ചെയ്തത്. അവരിൽ പല ആളുകളും മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുന്നതും നമ്മൾ കാണുകയും ചെയ്തു. മനു, വലിയ ആവേശം LDF ക്യാമ്പിന് മുഖ്യമന്ത്രിയുടെ വരവ് പകർന്നിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അവസാന മണിക്കൂറുകളിലേക്ക് തെരഞ്ഞെടുപ്പ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മനു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ആവേശം? തീർച്ചയായും അസിത പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ വരവ് വലിയ ആവേശമാണ് LDF ക്യാമ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി 6 പൊതുയോഗങ്ങൾ, 7 മണിക്കൂറിലധികം പാലക്കാട്ടെ ജനങ്ങളോട് മുഖ്യമന്ത്രി സംവദിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി LDFന് വോട്ട് ചെയ്യണം, എന്ത് മാറ്റമാണ് പാലക്കാടിന് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പാലക്കാടേക്ക് വരേണ്ടത്, സംസ്ഥാനത്തുടനീളം അനുഭവപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു വലിയ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് വേണ്ടി ഡോക്ടർ സരിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നത്തെ അവസാനത്തെ പൊതുപ്രചരണ പരിപാടിയും പൂർത്തിയാക്കി ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് LDF ക്യാമ്പിന് ഏറ്റവും ആത്മവിശ്വാസം പകർന്നൊരു പര്യവസാനത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നാളെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി എത്തിയതിൻ്റെ വലിയ ആവേശമുണ്ട്. കാരണം ഈ ഓരോ പരിപാടിയിലും ഇന്നലെ രാവിലെ മുതൽ തുടങ്ങി. ഇന്നലെ രാവിലെ മേപ്പറമ്പിലായിരുന്നു ആദ്യ പരിപാടി, അതിനുശേഷം മേപ്പറമ്പിൽ നിന്ന് രണ്ടാമത്തെ പരിപാടി മാത്തൂരിൽ, പിന്നീട് കൊടുന്തുരപ്പള്ളിയിൽ, അങ്ങനെ 3 പരിപാടി. വലിയ ജനക്കൂട്ടം 3ഇടത്തും കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയൊക്കെ കൃത്യമായി മുഖ്യമന്ത്രി നാട്ടിലെ ജനങ്ങളോട് സംവദിക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് നാടിനുണ്ടായ മാറ്റം, പക്ഷേ അങ്ങനെ ഒരു വലിയ മാറ്റം കേരളത്തിലുടനീളം സംഭവിക്കുമ്പോഴും പാലക്കാട്ട് ആ മാറ്റം സംഭവിച്ചില്ല. വികസനാവസ്ഥയിൽ പാലക്കാട് പുറകോട്ട് പോകുന്നു. ആ പുറകോട്ട് പോയ പാലക്കാടിനൊരു മാറ്റം വേണം. അതിനുവേണ്ടിയിട്ടാണ് ഇത്തവണ ഡോക്ടർ സരിന് വോട്ട് ചോദിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് നടന്ന 3 പൊതുയോഗങ്ങൾ, ഇന്ന് രാവിലെ കണ്ണാടി പഞ്ചായത്തിലായിരുന്നു ആദ്യ പൊതുയോഗം. അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് വലിയ ജനാവലിയായിരുന്നു. ചെറു പ്രകടനങ്ങളായി നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഗ്രാമീണ വഴികളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരാണ് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രരിയെ കാണാനായി, കേൾക്കാനായി അങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം രണ്ടാമത്തെ പൊതുയോഗം ഒലവക്കോടായിരുന്നു. പിന്നീട് ഒലവക്കോടിന് ശേഷം 3ാമത്തെ പൊതുയോഗമാണ് ഇവിടെ പാലക്കാട് ടൗണിൽ സുൽത്താൻപേട്ടിൽ ഇപ്പോൾ സമാപിച്ചത്. വലിയ ആൾക്കൂട്ടം ഇവിടെയും മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമായി എത്തിയതായിരുന്നു ഏറ്റവും ആവേശകരമായ കാര്യമെന്ന് പറയുന്നത്. അതായത് ഓരോ കാര്യവും മുഖ്യമന്ത്രി എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. വികസനമായിരുന്നു ഏറ്റവും അധികം ഊന്നി പറഞ്ഞത്. ഈ UDF ഭരണകാലത്ത്, അതായത് 8.5 വർഷങ്ങൾക്ക് മുൻപ് നാട് UDF ഭരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് വികസന മുരടിപ്പാണ് ഓരോയിടത്തും, കേരളത്തിൻ്റെ എല്ലായിടത്തും അനുഭവപ്പെട്ടത്. അവിടെ നിന്ന് ഓരോന്നായി LDF സർക്കാരിൻ്റെ കാലത്ത് മാറ്റങ്ങൾ തുടങ്ങുകയായിരുന്നു. അതിപ്പോൾ ദേശീയപാത വികസനമാകട്ടെ, പവർ ഹൈവേ ആകട്ടെ, K-ഫോൺ ആകട്ടെ, എല്ലാ സംവിധാനങ്ങളാകട്ടെ, എല്ലായിടത്തും ഉന്നത വിദ്യാഭ്യാസ മേഖലയാകട്ടെ, പൊതുവിദ്യാഭ്യാസ മേഖലയാകട്ടെ, ആരോഗ്യ മേഖലയാകട്ടെ, എല്ലായിടത്തും വികസനങ്ങൾ നിരവധി കൊണ്ടുവരുന്നത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച വേണം, പാലക്കാടിൻ്റെ ഒരു തുടർച്ച വേണം. അതിന് ഡോക്ടർ സരിനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് MLA ആയി നിങ്ങൾ നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വികസനത്തിന് പ്രത്യേകിച്ചും ഇന്ന് ഇപ്പോൾ ഈ അവസാന പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, ചർച്ചയായ വിഷയങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു നെല്ല് സംഭരണം. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നെല്ല് സംഭരണം പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷത്തെ നെല്ല് സംഭരണം ഏകദേശം 6000 മെട്രിക് ടണ്ണോളം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ പണവും കൊടുത്തു തീർത്തിരിക്കുന്നു. പക്ഷേ ഈ നെല്ല് സംഭരണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ അത് ഏറ്റവും ഗൗരവതരമായി എടുത്തുകൊണ്ട് തന്നെ മുൻഗണനാക്രമത്തിൽ ആ നെല്ല് സംഭരണ പ്രശ്നങ്ങൾ പരിഹരിക്കും. അത് വളരെ വേഗം സർക്കാർ പരിഹരിക്കുമെന്ന് ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. മറ്റൊന്ന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ്റെ വിഷയങ്ങളൊക്കെ അറിയാം. നേരത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി നിയമസഭയിൽ
പ്രസ്താവന നടത്തി ആ കുടിശ്ശിക കൃത്യമായി ഈ 2 സാമ്പത്തിക വർഷങ്ങളായി തീർക്കും. അതുമാത്രമല്ല ഇനിയൊരു മുടക്കവും ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ ആ പ്രസ്താവന നടത്തിയതിനു ശേഷം ഒരു മുടക്കവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല 2 കുടിശ്ശികകൾ വീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1600 രൂപയാണ് പെൻഷൻ നൽകുന്നത്. അത് ഇനിയും വർദ്ധിപ്പിക്കണമെന്നതാണ് സർക്കാരിൻ്റെ നയം. അതിനുള്ള നടപടികളിലേക്കും സർക്കാർ കടക്കുമെന്ന ഉറപ്പുകൂടിയാണ് ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് മനുഷ്യരോട് മുഖ്യമന്ത്രി സംവദിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ പാലക്കാടിൻ്റെ ഇൻഡസ്ട്രിയൽ കോറിഡോറിനെ കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു. അതായത് വികസനത്തിൻ്റെ ഒരു പെരുമഴക്കാലമാണ് ഇൻഡസ്ട്രിയൽ കോറിഡോർ യാഥാർത്ഥ്യമാകുന്നതോടെ സംഭവിക്കാൻ പോകുന്നത്. ഏകദേശം 3000-ലധികം കോടി രൂപ, ഇപ്പോൾ തന്നെ 1790 കോടി രൂപ സർക്കാർ മുടക്കി കഴിഞ്ഞിരിക്കുന്നു. ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ നടപടികളും പാലക്കാട് പൂർണ്ണമായി വരികയാണ്. അപ്പോൾ അതുകൂടി യാഥാർത്ഥ്യമാകുമ്പോൾ പാലക്കാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസനങ്ങൾ ഇവിടെ നടക്കും. അത് യുവത്വത്തിൻ്റെ, അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള വലിയ വികസന തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് യുവത്വത്തിൻ്റെ, യുവതലമുറയുടെ ഉറപ്പാണ്. യുവതലമുറയ്ക്കാണ് പ്രയോജനപ്പെടുക. അങ്ങനെ യുവതലമുറയ്ക്ക് പ്രയോജനകരമാകുന്ന ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നത് തന്നെയാണ് അതിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ എനിക്ക് പുറകിൽ കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ ഈ ആളുകളൊക്കെ പൊതുയോഗങ്ങൾ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. വലിയ ജനക്കൂട്ടമായിരുന്നു. നേരത്തെ അത് തത്സമയം കണ്ടതായിരുന്നല്ലോ അസിത. അത്തരത്തിൽ ഒരുപാട് വലിയ ജനം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി മുഖ്യമന്ത്രിയെ കാണുന്നതിനായി. ഇതിന് തൊട്ട് മുൻപ് ഒലവക്കോടായിരുന്നു. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായിരുന്നു പൊതുയോഗം നടന്നത്. അവിടെയും വലിയ ജനക്കൂട്ടമാണ് കാണാൻ കഴിഞ്ഞത്. ഇത് രാവിലെ ഞങ്ങൾ കണ്ണാടിയിൽ പോയിരുന്നു മുഖ്യമന്ത്രിയെ കാണാനായി. സത്യം പറഞ്ഞാൽ കണ്ണാടി നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം അത്രമാത്രം ഈ പാലക്കാടിൻ്റെ ഏറ്റവും മനോഹരമായ ഗ്രാമീണ വഴികളിലൊന്നാണ് കണ്ണാടി എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കൊക്കെ ഒഴുകിയെത്തിയത് എത്രയധികം മനുഷ്യരാണെന്നറിയാവോ. നാടിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ചെറിയ പ്രകടനങ്ങളൊക്കെയായി മുദ്രാവാക്യം വിളികളോടെ അങ്ങോട്ടേക്ക് വരുന്നതായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ വേദി, അതായത് ഒരുക്കിയിരുന്ന ആ പ്രദേശം കഴിഞ്ഞിട്ടും ആളുകൾ റോഡിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത്. അതുമാത്രമല്ല ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പ്രവർത്തകർ ഇങ്ങനെ മുദ്രാവാക്യം വിളികളുമായി കൊടികളുമേന്തി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശകരമായ അന്തരീക്ഷം. സ്ഥാനാർത്ഥി സരിൻ കൂടി വേദിയിലേക്ക് വരുമ്പോൾ അതൊരു പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കുകൾക്കും നിറഞ്ഞ കൈയടികളോടെ സ്വീകരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ LDFനെ സംബന്ധിച്ച് ഈ 2 ദിവസം അവരെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു. ഇനി കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഏറ്റവും ആവേശത്തോടെ, ആത്മവിശ്വാസത്തോടെ അവർക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയും. ഇനി നാളെ കൊട്ടിക്കലാശമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നത്. നാടിളക്കുന്ന കൊട്ടിക്കലാശത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ അണിയറയിൽ ഒരുങ്ങുന്നത്. ആ രീതിയിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിയാത്തത്ര ആവേശം പാലക്കാട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് വസ്തുത. കാരണം അത്രമാത്രം ആവേശം ഓരോ ഇടത്തും നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായി LDF 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മുടെ മുൻപിൽ കണ്ടതാണ്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ UDF LDF മത്സരം എന്ന നിലയിലേക്ക് ഇഞ്ചോടിഞ്ചിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ആണ് നമുക്കതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാകുന്നത്. എത്രമാത്രം വളരെ സ്ട്രാറ്റജിക്കായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കളം പിടിക്കാൻ LDFന് കഴിഞ്ഞു വന്നത്. ആ കളം പിടിച്ചത് ഓരോ മിനിറ്റിലും നമുക്കിവിടെ അറിയാൻ കഴിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ആവേശം ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം അവർക്ക് സ്റ്റേബിളായിട്ട് നിർത്താൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി നമ്മൾ അതിൽ നിന്ന് നാളെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ ഇതുവരെ കാണാൻ കഴിയാത്ത രീതിയിലുള്ളൊരു കൊട്ടിക്കലാശമാകും ഒരുക്കുന്നതെന്നാണ് ഇപ്പോൾ വേദിയിൽ അല്പസമയം മുമ്പ് ഡോക്ടർ സരിൻ തന്നെ പറയുകയുണ്ടായത്. അപ്പോൾ ആ രീതിയിൽ ആവേശത്തിന് ഒട്ടും കുറവുണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഏറ്റവും മനോഹരമായ LDFനെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസം നിറഞ്ഞ 2 ദിവസങ്ങളാണ് അവർക്ക് കടന്നുപോയത്. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ രീതിയിൽ വേദിയിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടെ തന്നെ കൊട്ടിക്കലാശത്തിലേക്ക് പോകാൻ കഴിയുന്നത്. ഡോക്ടർ സരിൻ ഇപ്പോൾ ഇവിടെ ആളുകളോടൊപ്പം കൂടി നിന്ന് സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ ഏറ്റവും മനോഹരമായ ഒരു മാറ്റം സരിൻ ഇങ്ങനെ ആളുകളുമായി ഇടപെട്ട് തുടങ്ങുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് സരിൻ വളരെ വേഗം അവരിൽ ഒരാളായി, സരിൻ വളരെ വേഗം അവരുടെ ഇടയിൽ ഇങ്ങനെ ഇഴകിച്ചേരുകയാണ്. ഓരോ ഇടത്തും അത് നമുക്ക് പ്രകടമാണ്, അല്ലേ മനു? തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ ഈ ആളുകളൊക്കെ വലിയ സ്നേഹത്തോടെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സെൽഫികൾ എടുത്ത് ഇങ്ങനെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അസിത പറഞ്ഞതുപോലെ തന്നെ വലിയ സ്വീകാര്യത അങ്ങനെ എല്ലായിടത്തു നിന്നും ലഭിക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. വലിയൊരു ആത്മവിശ്വാസവും കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സെൽഫികൾ എടുത്ത് ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹം, ഇഷ്ടമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിനിടയിൽ ഒരു മിനിറ്റ് ഡോക്ടർ, മുഖ്യമന്ത്രി ഇതാ അവസാന പൊതുയോഗം കഴിഞ്ഞ 2 ദിവസം 6 വേദികൾ 7ഓളം മണിക്കൂറുകൾ ആവേശകരമായി ജനങ്ങളോട് സംവദിച്ചു. ആത്മവിശ്വാസം എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു പാലക്കാടൻ ജനത തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക തന്നെയായിരുന്നു. ഈ 2 പകലുകളിലെ മുഖ്യമന്ത്രിയുടെ കൃത്യവും വ്യക്തമായ വാക്കുകൾ, കേരളത്തിനെ പറ്റിയുള്ള ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്, അതിനോടൊപ്പം പാലക്കാട് നിൽക്കാനുള്ള ആഹ്വാനം, അത് പാലക്കാടൻ ജനത നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു. അഭൂതപൂർവമായ തിരക്കല്ലേ 6 പൊതുയോഗങ്ങളിലും. അത് ആയിരക്കണക്കിന് ആളുകളാണ് 6 സ്ഥലത്തും തടിച്ചുകൂടിയത്. കേവലം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ മാത്രമല്ല, അത് മുഖ്യമന്ത്രിയെ കേൾക്കാനായി വന്നവർ, പാലക്കാടിൻ്റെ മാറ്റം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനായി വന്നവർ,
അവരൊക്കെ ഇടതിനല്ലാതെ പിന്നെ ആർക്ക് വോട്ട് ചെയ്യാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ? ഈ സ്നേഹം ബൂത്തിലേക്ക് പോകുമ്പോഴുണ്ടാകും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ബൂത്തിലേക്ക് എത്തുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആളുകളുടെ വോട്ട് കൂടി അവിടെ സ്നേഹമായിട്ട് വരും. അപ്പോ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട് എന്നുള്ളത് ഇപ്പോൾ കാണാമറത്തിരിക്കുന്നവരാണ്. അതെ അതെ അതെ. ആ സ്നേഹവും നമ്മളെല്ലാവരുടെ സ്നേഹവും ഏറ്റുവാങ്ങും. സ്നേഹിക്കാൻ അറിയുന്ന, വിരോധമില്ലാത്ത, വിദ്വേഷം പകയില്ലാത്ത മനുഷ്യരുടെ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതാണ് ഇടതിൻ്റെ രാഷ്ട്രീയം. അതിൻ്റെ രാഷ്ട്രീയ വിജയമായിരിക്കും 20-ാം തീയതിയിലെ വോട്ടെടുപ്പും 23-ാം തീയതിയിലെ ഒറ്റക്കാരും കൂടി. നാളെ കൊട്ടിക്കലാശമാണ്. തുടങ്ങിയിടത്തു നിന്ന് കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് പറയാനുള്ളത്? തുടക്കം ഓർമ്മയുണ്ടല്ലോ നമ്മുടെ റോഡ് ഷോ. പതിയെയാണ് നമ്മൾ തുടങ്ങിയതെല്ലാം. ആ റോഡ് ഷോ കൊണ്ട് തന്നെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് പ്രവർത്തകരുടെ ആത്മവിശ്വാസം വാനോളം ഉയർന്നു. ഓരോ ബൂത്തിലും 180 ബൂത്തിലുമുള്ള സ്ക്വാഡ് പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിന്നൊരു വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെയുള്ളവരെന്നോട് പറയുന്നത്, ഇവിടെ നിങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ, നിങ്ങൾ വരുന്നത് തന്നെ, ഇപ്പോൾ ഞാൻ വരുന്നത് തന്നെ 3-ാമത്തെ തവണയായിട്ടുള്ള സ്ക്വാഡിൻ്റെ ഭാഗമായിട്ടാണെന്നാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഇടതുപക്ഷം മാത്രം കയറി ചെല്ലുക, അതിൽ സ്ഥാനാർത്ഥി എത്തുന്നതിന് മുന്നേ തന്നെ 2 തവണ എങ്കിലും പ്രവർത്തകരുടെ സ്ക്വാഡ് കയറുക, ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഒരു വീട് പോലും ഉണ്ടാകില്ല ഈ പാലക്കാട് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെത്താത്തത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. 50,000-ഓളം വരുന്ന വീടുകളിൽ നിന്ന് 1,95,000 വരുന്ന വോട്ടുകൾ പോൾ ചെയ്യപ്പെടുമ്പോൾ ഒരു സംശയവുമില്ല, ഏകപക്ഷീയമായ വിജയം ഇവിടെ ഇടതുപക്ഷം നേടും. ഓക്കെ, താങ്ക് യു. എല്ലാ ആശംസകളും. അപ്പോ ഉറപ്പല്ലേ? ഉറപ്പ്. ഇത്തവണ പാലക്കാട് തിരിച്ചു പിടിക്കും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് അസിത അവർ പ്രകടിപ്പിക്കുന്നത്. പാലക്കാട് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇവിടെ പ്രവർത്തകരൊക്കെ സംസാരിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ വലിയ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്നുകൊണ്ട് സെൽഫിയൊക്കെ എടുത്ത് വലിയ ആഘോഷത്തോടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ സരിൻ പറഞ്ഞതുപോലെ തുടങ്ങിയിടത്ത് നിന്ന് ഈ കൊട്ടിക്കലാശത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം ചെറുതല്ല. അതൊരു വലിയ ആത്മവിശ്വാസത്തിൻ്റെയും ഒപ്പം തന്നെ വലിയ സ്വീകാര്യതയുടെയും ഒക്കെ ഒരു പ്രതിഫലനം ഈ ഓരോ ദൃശ്യങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ LDF 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, പ്രചരണമൊക്കെ അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മുഖ്യമന്ത്രി ഇപ്പോൾ അവസാന 2 ദിവസം പ്രചരണത്തിന് മുഖ്യമന്ത്രി കൂടി എത്തിയപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലും ആവേശത്തിലും തന്നെയാണ് LDF ക്യാമ്പുള്ളത്. 6 വേദികളിലായി 7ഓളം മണിക്കൂറുകൾ മുഖ്യമന്ത്രി നാട്ടിലെ ജനങ്ങളോട് സംവദിക്കുകയുണ്ടായി. എന്തിനു വേണ്ടി ഡോക്ടർ സരിന് വോട്ട് ചെയ്യണം, എന്ത് വികസനത്തിന് വേണ്ടിയാണ് ഈ നാട് കൊതിക്കുന്നത്, മറ്റുള്ള എല്ലായിടത്തും വികസനം എത്തുമ്പോൾ പാലക്കാട് മാത്രം എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു, അപ്പോൾ അവിടെ ഒരു മാറ്റം വേണം, ആ മാറ്റത്തിന് വോട്ട് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പോട് പറഞ്ഞു വെച്ചത്. ശരി, മനു പറഞ്ഞതുപോലെ എന്തായാലും വളരെ വലിയ ആവേശം പാലക്കാട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുമ്പോൾ അത് ഇരട്ടിയാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വരവ്. നിശബ്ദ പ്രചാരണം, പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ശേഷം നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. എന്തായാലും അവസാന മണിക്കൂറുകളിൽ മുഖ്യമന്ത്രിയുടെ വരവ് LDF ക്യാമ്പിന് വലിയ ആവേശം പകരുന്നുണ്ട്. വലിയ സ്വീകാര്യത ഡോക്ടർ പി സരിൻ എന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിക്കുന്നത് നമ്മൾ തത്സമയം ഇങ്ങനെ ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്യുകയാണ്.